മക്കളെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2ാം ക്ലാസ്സിലെ കേരള പാഠാവലി മലയാളം ഓണപരീക്ഷയുടെ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. തീർച്ചയായും വീഡിയോ മുഴുവനായി കാണുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഉദ്ഗ്രഥനം. പ്രവർത്തനം 1. ഉത്തരം കണ്ടെത്താം. കവിത വായിക്കൂ. താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തി എഴുതൂ. കവിത നോക്കിയേ മക്കളെ. കുങ്കുമച്ചേല അഴിച്ചു വെച്ച് കമ്പിളിപ്പട്ടു പുതച്ചു മാനം. കമ്പിളിപ്പട്ടു പുതച്ചത് ആരാണ്? മാനം. മാനം ആകാശം. നോക്കിയേ. കമ്പിളി മേലാകെ തുന്നിച്ചേർത്തു 1000 മിന്നുന്ന താരകങ്ങൾ. താരകങ്ങൾ നക്ഷത്രങ്ങൾ. മുഖമാകെ പൂനിലാപ്പാല് തേച്ചു തിങ്കളെ ചേലോടെ ചേർത്ത് വെച്ചു. തിങ്കൾ ചന്ദ്രൻ ചേലോടെ ഭംഗിയോടെ. പൗർണമി രാവിനു മാറ്റുകൂട്ടാൻ പഞ്ചമി ചെമ്മേ ചിരിച്ചു നിന്നു. രാവ് രാത്രി. രാത്രിയിലെ ആകാശത്തെയും നക്ഷത്രങ്ങളെയും ചന്ദ്രനെയും എല്ലാം വളരെ മനോഹരമായിട്ട് വർണ്ണിച്ചിരിക്കുകയാണ് ഈ കവിതയിൽ ചെയ്തിട്ടുള്ളത്. നമുക്കിനി എന്തൊക്കെ ചോദ്യങ്ങളാണ് തന്നിട്ടുള്ളതെന്ന് നോക്കാം. ചോദ്യം 1. ഈ കവിതയിൽ പ്രതിപാദിക്കുന്ന സമയം ഡാഷ് ആണ്. പ്രഭാതം, ഉച്ച, രാത്രി, സന്ധ്യ. ഏത് സമയത്തെ കുറിച്ചാണ് പറയുന്നത്? രാത്രി. അടുത്ത ചോദ്യം നോക്കിയേ. ചോദ്യം 2. ആകാശം എന്ന് അർത്ഥം വരുന്ന വാക്ക് ഏതാണ്? ഏതാണ്? മാനം. അടുത്ത ചോദ്യം. ചോദ്യം 3. കമ്പിളി പുതപ്പിൽ തുന്നിച്ചേർത്തതായി ആകാശത്ത് കാണുന്നത് എന്താണ്? എന്താണ് മക്കളെ? താരകങ്ങൾ, നക്ഷത്രങ്ങൾ. ചോദ്യം 4. ചുവടെ നൽകിയിരിക്കുന്നതിൽ ശരിയായത് ഏതാണ്? താരകം സൂര്യൻ, ചേല മരം, തിങ്കൾ ചന്ദ്രൻ, ചേലോടെ സങ്കടത്തോടെ. നോക്കിയേ. താരകത്തിന്റെ അർത്ഥം എന്താണ്? നക്ഷത്രം. ചേല വസ്ത്രം. തിങ്കൾ ചന്ദ്രൻ. ശരിയാണല്ലേ? ചേലോടെ ഭംഗിയോടെയാണ്. അപ്പം ഇവിടെ ശരിയായത് ഏതാണ്? തിങ്കൾ ചന്ദ്രൻ. പ്രവർത്തനം 2. ചിത്രം കണ്ടെത്താം. പ്രവർത്തനം 1 കവിത വായിക്കൂ. കവിതയ്ക്ക് അനുയോജ്യമായ ചിത്രം കണ്ടെത്തി ടിക്ക് നൽകൂ. അവിടെ 4 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏത് ചിത്രമാണ് കവിതയുടെ ആശയത്തിന് അനുയോജ്യമായതെന്നാണ് കണ്ടെത്തേണ്ടത്. നിങ്ങൾ നോക്കിയ മക്കളെ, 2ാമത്തെ ചിത്രമാണ് കവിതയിലെ ആശയവുമായി യോജിക്കുന്നത്. പ്രവർത്തനം 3. ഉത്തരം കണ്ടെത്താം. രാവേറെയായി മിന്നാമിന്നി മുല്ലമുട്ടിനോട് കിന്നാരം പറഞ്ഞിരിപ്പാണ്. പെട്ടെന്നാണ് നക്ഷത്രങ്ങൾ മറഞ്ഞത്. നിലാവും മങ്ങിയിരിക്കുന്നു. വടക്ക് നിന്ന് ആരവം മുഴക്കി ഒരു കാറ്റ് വന്നു. ആകാശം പിളർത്തി ഒരു മിന്നൽ. പിന്നാലെ വലിയ മുഴക്കത്തോടെ ഇടിവെട്ടി. മിന്നാമിന്നിക്ക് പേടിയായി. മഴ നനഞ്ഞാൽ ഞാൻ മരിച്ചു പോകും, അവൾ പറഞ്ഞു. മുല്ലമൊട്ട് കൂമ്പി നിൽക്കുന്ന ഇതളുകൾ മെല്ലെ തുറന്നു. അകത്തേക്ക് വരൂ, ഇതിനകം നനയില്ല. മിന്നാമിന്നി മുല്ലമൊട്ടിനുള്ളിലെത്തി. തകർത്തു പെയ്ത മഴ കഴിഞ്ഞപ്പോൾ നേരം പുലർന്നു. മുല്ലച്ചെടിയിൽ ഒരു പൂവിന് മാത്രം കൂടുതൽ പ്രകാശം, കൂടുതൽ വെളുപ്പ്. എല്ലാവർക്കും കൗതുകമായി. ചുവടെ നൽകിയിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകൂ. മഴയുടെ വരവ് ചിത്രീകരിക്കുന്ന വരികൾ കണ്ടെത്തി എഴുതൂ. പെട്ടെന്നാണ് നക്ഷത്രങ്ങൾ മറഞ്ഞത്. നിലാവും മങ്ങിയിരിക്കുന്നു. വടക്ക് നിന്ന് ആരവം മുഴക്കി ഒരു കാറ്റ് വന്നു. ആകാശം പിളർത്തി ഒരു മിന്നൽ. പിന്നാലെ വലിയ മുഴക്കത്തോടെ ഇടിവെട്ടി. ചോദ്യം 2. മുല്ലമുട്ടിനെ കുറിച്ച് ചുവടെ നൽകിയിട്ടുള്ള വാക്യങ്ങളിൽ ശരിയായവ ഏതെല്ലാം? ടിക്ക് നൽകൂ. എ. മുല്ലമുട്ട് തന്റെ ഇതളുകൾക്കുള്ളിൽ മിന്നാമിന്നിയെ ഞെരുക്കി. ബി. മുല്ലമുട്ട് രാത്രി മുഴുവൻ മിന്നാമിന്നിയെ കാത്തിരുന്നു. സി. സഹജീവികളോട് സ്നേഹവും കരുതലുമുള്ളവളായിരുന്നു മുല്ലമുട്ട്. ഡി. മഴ നനഞ്ഞ മിന്നാമിന്നി ഇലകൾക്കുള്ളിൽ അഭയം തേടി. ഈ. മറ്റുള്ള പൂക്കളേക്കാൾ പ്രകാശവും വെളുപ്പുമുള്ള മുല്ലപ്പൂവ് കണ്ടവർക്കെല്ലാം കൗതുകമായി. ഇതിൽ ശരി ഉത്തരങ്ങൾ ഏതാ മക്കളെ? സി. സഹജീവികളോട് സ്നേഹവും കരുതലുമുള്ളവളായിരുന്നു മുല്ലമുട്ട്. ഈ. മറ്റുള്ള പൂക്കളേക്കാൾ പ്രകാശവും വെളുപ്പമുള്ള മുല്ലപ്പൂ കണ്ടവർക്കെല്ലാം കൗതുകമായി. ഇത് രണ്ടുമാണ് ശരി ഉത്തരം. അടുത്തത് പ്രവർത്തനം 4. സംഭാഷണം. മുല്ലമൊട്ടും മിന്നാമിന്നിയും കിന്നാരം പറഞ്ഞിരിക്കുന്നത് കണ്ടല്ലോ. അവർ തമ്മിലുള്ള സംഭാഷണം പൂർത്തിയാക്കാമോ? മുല്ലമൊട്ട്: കൂട്ടുകാര, മിന്നി പറന്നുള്ള നിന്റെ യാത്ര കാണാൻ എന്ത് രസമാണെന്നോ. മിന്നാമിന്നി: നിന്റെ സുഗന്ധം വിട്ട് ദൂരേക്ക് പോകാൻ എനിക്ക് കഴിയില്ല. കൂട്ടുകാരി, നീ എത്ര ഭാഗ്യവതിയാണ്. ടീച്ചറോടൊരു മാതൃകയാണ് കൊടുക്കുന്നത്. മക്കള് മുല്ലമൊട്ടും മിന്നാമിന്നിയും തമ്മിൽ എന്തൊക്കെയായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക എന്ന് നിങ്ങളുടെ ഭാവനയിൽ ഒരു ആശയം ഉണ്ടാവുമല്ലോ. അതവിടെ എഴുതി ചേർക്കുക. മുല്ലമൊട്ട്: പക്ഷേ എനിക്ക് രാത്രിയിൽ നിന്നെ പോലെ വെളിച്ചം പരത്തി പറന്നു നടക്കാൻ കഴിയില്ലല്ലോ. മിന്നാമിന്നി: അത് സാരമില്ല, നീ വിരിയുമ്പോൾ നിന്റെ ഭംഗിയും മണവും എല്ലാവർക്കും സന്തോഷം നൽകില്ലേ. മുല്ലമൊട്ട്: നീ പറയുന്നത് ശരിയാണ്, എങ്കിലും നിന്റെ കൂടെ നക്ഷത്രം പോലെ മിന്നി പറക്കാൻ എനിക്ക് കൊതിയാവുന്നു.
മിന്നാമിന്നി, സാരമില്ല, നമ്മൾ രണ്ടുപേരും ഈ പ്രകൃതിയുടെ ഭംഗിയല്ലേ. ഞാൻ എന്നും നിന്റെ അടുത്ത് വന്ന് നിനക്ക് കൂട്ടായി വെളിച്ചം തരാം. മുല്ലമുട്ട്: ശരിക്കും വരുമോ? അത് കേട്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. മിന്നാമിന്നി: തീർച്ചയായും വരും. നമ്മൾ നല്ല കൂട്ടുകാരല്ലേ. നാളെ രാത്രി വീണ്ടും കാണാം. പ്രവർത്തനം 5: കവിത പൂർത്തിയാക്കാം. കവിതയിൽ വിട്ടുപോയ ഭാഗങ്ങൾ പൂരിപ്പിക്കൂ. കവിതയിലെ വരികൾ പൂർത്തിയാക്കുക എന്നുള്ളതാണ് ചോദ്യം. ടീച്ചർ അവിടെ ഒരു മാതൃക നൽകുന്നുണ്ട്. മക്കൾ നിങ്ങളുടെ ഭാവനയിലെ ആശയങ്ങൾ അനുസരിച്ച് കവിതയ്ക്ക് അനുയോജ്യമായ രീതിയിൽ വരികൾ എഴുതി പൂർത്തിയാക്കുക. പൂരിപ്പിക്കാനുള്ള ഭാഗം നോക്കിയേ. ഡാഷ് മാനത്തി തെങ്ങൊളിച്ചു. ആരാണ്? അമ്പിളി മാനത്തി തെങ്ങൊളിച്ചു. ആരവം ആകെ മുഴക്കിയൂതി. വടക്കേ തുടി കടന്നെത്തി. ആര്? കാറ്റ്. പേടിച്ചരണ്ടുപോയി. ആരാണ് പേടിച്ചരണ്ടു പോയത്? മിന്നാമിന്നി. മഴയത്ത് ഞാനോ മരിച്ചു പോകും. കരുതലോടന്നേരം ആരാണ് മിന്നാമിന്നിയെ സംരക്ഷിച്ചത്? മുല്ലമുട്ട്. ഇതളുകൾ മെല്ലെ വിടർത്തി നൽകി. പോരൂ എൻ ചങ്ങാതി ഉള്ളിലേക്ക്. എന്നിട്ട് എന്ത് പറഞ്ഞിട്ടുണ്ടാവും മുല്ലമുട്ട്? നനയാതെ നിന്നെ ഞാൻ കാത്തുകൊള്ളാം. പ്രവർത്തനം 8: പട്ടിക പൂർത്തിയാക്കാം. താമര വിരിഞ്ഞു നിൽക്കുന്ന കുളത്തിലാണ് മീനിന്റെയും ഞണ്ടിന്റെയും വാസം. കുളത്തിൽ വസിക്കുന്ന ജീവികളുടെ പേരുകൾ ഉൾപ്പെടുത്തി പട്ടിക പൂർത്തിയാക്കൂ. കുളത്തിലെ കൂട്ടുകാർ. മീൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്കി നമ്മൾ അവിടെ എഴുതി ചേർക്കണം. മീൻ, തവള, ഞണ്ട്, നീർക്കോലി, വെള്ളത്തിലാശാൻ, ആമ തുടങ്ങിയവയൊക്കെ കുളത്തിലെ വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികളാണ്. പ്രവർത്തനം 9: പട്ടികയിൽ എഴുതാം. കുളവും കടന്ന് വടക്കേ തൊടിയും കഴിഞ്ഞാൽ വയലുകളാണ്. വയലിൽ നിരവധി കൃഷികൾ. ഗ്രാമത്തിലെ മുഴുവൻ പേർക്കും ഭക്ഷണത്തിനുള്ള പച്ചക്കറികൾ കൃഷി ചെയ്യുന്നത് ഇവിടെയാണ്. എന്തെല്ലാം പച്ചക്കറികളാവും കൃഷി ചെയ്യുക? പട്ടികയിൽ എഴുതൂ. പാവൽ കൊടുത്തിട്ടുണ്ട്. ബാക്കി നമ്മളവിടെ എഴുതി ചേർക്കണം. പടവലം, വെള്ളരി, പയർ, മത്തങ്ങ, കോവൽ, വെണ്ടയ്ക്ക, ചീര, ക്യാരറ്റ്, ബീട്രൂട്ട്, കോളിഫ്ലവർ, കാബേജ് തുടങ്ങിയവയൊക്കെ തന്നെ കൃഷി ചെയ്യാവുന്ന പച്ചക്കറികളാണ്. അടുത്ത് നോക്കിയേ. പ്രവർത്തനം 10: എഴുതാം. പച്ചക്കറികൾ വിളഞ്ഞു നിൽക്കുന്ന വയൽ കടന്നാൽ പച്ച വിരിച്ച പോലെ നെൽപ്പാടങ്ങളാണ്. നെൽപ്പാടത്ത് പകലന്തിയോളം പണിയെടുക്കുന്ന കർഷകർ. കർഷകർ ഉപയോഗിക്കുന്ന ചില ഉപകരണങ്ങളുടെ ഉപയോഗമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ഉപകരണങ്ങളുടെ പേരുകൾ എഴുതൂ. ഉപകരണങ്ങളുടെ ഉപയോഗം തന്നിട്ടുണ്ട്. അതേത് ഉപകരണമാണ് നമ്മൾ അവയുടെ പേര് എഴുതണം. നിലം ഉഴുവാനായി കലപ്പ, ടില്ലർ എന്നിവ ഉപയോഗിക്കുന്നു. മണ്ണ് കിളച്ചൊരുക്കുന്നതിനായി ട്രാക്ടർ ഉപയോഗിക്കുന്നു. മണ്ണ് നീക്കുന്നതിനും ചാലുകളിൽ കയറുന്നതിനും തടം കോരുന്നതിനും മണ്ണ് നിരപ്പാക്കുന്നതിനും തൂമ്പ ഉപയോഗിക്കുന്നു. വളം, കളകൾ, വിളവുകൾ എന്നിവ കൊണ്ടുപോകുന്നതിന് ടെമ്പോ, ഉന്തുവണ്ടി എന്നിവ ഉപയോഗിക്കുന്നു. പുല്ല് ചെത്തുന്നതിനും നെൽക്കതിർ കൊയ്യുന്നതിനും പുല്ലുവണ്ടി, കൊയ്ത്ത് യന്ത്രം എന്നിവ ഉപയോഗിക്കുന്നു. മരം, മരക്കൊമ്പുകൾ എന്നിവ വെട്ടുന്നതിന് കോടാലി, യന്ത്രവാൾ, കൊടുവാൾ എന്നിവ ഉപയോഗിക്കുന്നു. പ്രവർത്തനം 10: ബി ക്വസ്റ്റ്യൻ ഉണ്ട്. ചോദ്യം ബി എന്താണെന്ന് നോക്കിയേ. നെൽകൃഷി ചെയ്യുന്ന കർഷകർ പല ഘട്ടങ്ങളിലായാണ് നെല്ല് വിളയിച്ചെടുക്കുന്നത്. ഏതെല്ലാം ഘട്ടങ്ങളെന്ന് ക്രമത്തിൽ എഴുതൂ. നിലമുഴൽ, വിത്ത് വിതയ്ക്കൽ, ഞാറുനടിയിൽ, കളപറിക്കൽ, വളമിടൽ, നെല്ലു കൊയ്യൽ. അടുത്ത ചോദ്യം നോക്കിയേ. പ്രവർത്തനം 11: വയലിൽ താമസക്കാരായ ചിലരുടെ പേരുകൾ ഉൾപ്പെടുത്തിയ പട്ടിക പൂർത്തിയാക്കൂ. വയലിൽ താമസക്കാരായ സസ്യങ്ങൾ, പ്രാണികൾ, പക്ഷികൾ, മറ്റ് ജീവികൾ എന്നിവരുടെ ഓരോ പേരുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്കി പേരുകൾ കൂടി എഴുതി ചേർത്ത് പട്ടിക പൂർത്തിയാക്കണം. നോക്കി, ആദ്യത്തേത് സസ്യങ്ങളാണ്. വയലിൽ കാണപ്പെടുന്ന സസ്യങ്ങൾ ഏതൊക്കെയാണ്? നെല്ലും കളയും. പിന്നെ പ്രാണികള് തുമ്പി, വെട്ടിൽ, പുൽച്ചാടി, ചിത്രശലഭം, ചാഴി. ചാഴി എന്താണ്? നെല്ലിനെ ബാധിക്കുന്ന ഒരുതരം പ്രാണിയാണ് ചാഴി എന്ന് പറയുന്നത്. പിന്നെ ഇനി അടുത്ത എന്താ? പക്ഷികൾ. പക്ഷികൾ ഏതൊക്കെയാണ്? കാക്ക, കുരുവി, തത്ത, കൊക്ക് ഇവയൊക്കെ നമുക്ക് വയലിൽ കാണാം. അടുത്ത മറ്റ് ജീവികള് ഞണ്ട്, പാമ്പ്, തവള, മീൻ തുടങ്ങിയവയും വയലിൽ താമസക്കാരായ ജീവികളാണ്. അടുത്ത ചോദ്യം നോക്കിയേ. പ്രവർത്തനം 12: നെൽപ്പാടത്ത് മഴ പെയ്യുമ്പോൾ തവളകൾ ഉറക്കെ വായിച്ചു പഠിക്കും. എല്ലാവരും ഒരുമിച്ചാണ് ഉരുവിട്ട് പഠിക്കുക. തവളക്കുഞ്ഞുങ്ങൾ പഠിക്കുന്ന പള്ളിക്കൂടത്തിന് ശനിയാഴ്ചയും ഞായറാഴ്ചയും അവധിയില്ല. എന്നാൽ ചില ദിവസങ്ങൾ അവധിയാണ്. ചോദ്യയെ അവധി ദിവസങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കൂ. ഈ ദിവസങ്ങൾക്ക് എന്ത് വിശേഷമാണുള്ളത്? ചേരുംപടി ചേർക്കാമോ? അപ്പോ ചേരുംപടി ചേർക്കാനുള്ള ചോദ്യമാണ്. ഏതൊക്കെയാണ് അവധി ദിവസങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ചോദ്യം എന്താണെന്ന് നോക്കിയേ. മാസം, തീയതി, ദിവസത്തിന്റെ പ്രത്യേകത ഇവ കൊടുത്തിട്ടുണ്ട്.
ഡിസംബർ 25 ഗാന്ധി ജയന്തി, ജനുവരി 30 സ്വാതന്ത്ര്യദിനം, ഓഗസ്റ്റ് 26 ശിശുദിനം, ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം, ഒക്ടോബർ 14 ക്രിസ്മസ്, നവംബർ 2 രക്തസാക്ഷി ദിനം, ജനുവരി 15 റിപ്പബ്ലിക് ദിനം. ഇവയെല്ലാം കറക്റ്റ് അല്ലാതെ നിങ്ങൾക്ക് അറിയാം. എങ്ങനെയാണ് മക്കളെ എഴുതേണ്ടത്? എങ്ങനെയാണ് നമ്മൾ ഉത്തരം എഴുതേണ്ടത്? ഡിസംബർ 25 ക്രിസ്മസ്, ജനുവരി 30 രക്തസാക്ഷി ദിനം, ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം, ഒക്ടോബർ 2 ഗാന്ധി ജയന്തി, നവംബർ 14 ശിശുദിനം. ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണ് നമ്മൾ ശിശുദിനമായി ആഘോഷിക്കുക. അടുത്ത എന്താണ്? ജനുവരി 26 റിപ്പബ്ലിക് ദിനം. പ്രവർത്തനം 12 ബി ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താ ചോദ്യം നോക്കിയേ. ചിങ്ങമാസത്തിലും മേടമാസത്തിലും ഉത്സവം പ്രമാണിച്ച് ഓരോ അവധികൾ കൂടിയുണ്ട്. അവ ഏതെല്ലാമെന്ന് എഴുതൂ. എല്ലാ മക്കൾക്കും അറിയാം, നമ്മൾ ചിങ്ങമാസത്തിലാണ് ഓണം ആഘോഷിക്കുക, മേടമാസത്തിലാണ് വിഷു ആഘോഷിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ മക്കളെ അവിടെ എഴുതേണ്ടത്? ചിങ്ങം, ഓണം, മേടം, വിഷു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. തുടർന്നുള്ള ക്ലാസ്സുകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക്